വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഒരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ആയിരിക്കും. അതായത് നാട്ടിലേക്ക് പോണേക്കാളും മുന്നുള്ള നാട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ ഒരു ബഡ്ജറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻലി ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ തന്നെയുള്ള ഒരു മോളിലാണ്, മെസൻ വില്ല പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്, എല്ലാ ഷോപ്പുകളും ഉണ്ട്. ഇപ്പം എന്താ പറയുക, നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാതും ഏകദേശം ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഈ കാണുന്നതാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ള മോള്. ഇതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ് ഷോപ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് വാച്ച്, ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോണത് ഇങ്ങനെ ഓഫേഴ്സൊക്കെ ഉണ്ടോ നോക്കുമായിരുന്നു ഏതൊക്കെ കടയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ആൽഡോയിൽ കയറിയിട്ട് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെ അമ്മമാർക്ക് ബാഗ് നോക്കണമായിരുന്നു. അപ്പോൾ ഗസ്സിൻ്റെയൊക്കെ ബാഗ് അങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി നോക്കിയെങ്കിലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇത്ര നേരമായിട്ടും ഈ ഒരു ബാഗ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഞാൻ വേറെ ബാഗൊക്കെ വാങ്ങിക്കാൻ നോക്കിയിട്ട് എനിക്കെന്തോ ഇവിടുത്തെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഭയങ്കര പൈസയുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയും ഒരു ലുക്ക് അങ്ങനത്തെ എഫക്ട്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെയും കുറച്ച് നേരം കൂടി ഞങ്ങൾ ബാഗൊക്കെ നോക്കി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോസിലിൻ്റെ ഷോപ്പിലാണ് കയറിയത്. അവിടെ അത്യാവശ്യം നല്ല സെയിലും കാര്യങ്ങളും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി ഇങ്ങനെ നടന്നപ്പോഴേക്കും പിന്നെ വിശപ്പിൻ്റെ വിളി നമുക്ക് വരുമല്ലോ. ഓഫ് കോഴ്സ് ഷോപ്പിങ്ങിന് പുറത്ത് പോയാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഏതൊക്കെ ഷോപ്പിലാണ് നല്ലതെന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓസ്മോസിലാണ് അവസാനം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു പുട്ടീനാണ്, ചിക്കൻ്റെ ഒരു ഐറ്റം. ജിബി വാങ്ങിച്ചത് റാപ്പാണ്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓസ്മോസിൽ നിന്ന് അങ്ങനെ മുൻപ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുട്ടീൻ ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഫ്ലേവേഴ്സും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതൊരു ഭയങ്കര ലാർജ് ബോക്സായി പോയി. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ വീട്ടിലേക്ക് ടേക്ക് ഔട്ടാണ് എടുത്തത്. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ ദിവസം ഫുള്ള് അത് കഴിക്കേണ്ട വന്നു. കാരണം അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുക്കുകയും ചെയ്തു, കാരണം അത്രയും ലാർജ് ക്വാണ്ടിറ്റി ആയിരുന്നു. പിന്നെ ജിബിൻ്റെ റാപ്പ് അടിപൊളി ഗ്രിൽഡ് ചിക്കൻ റാപ്പ് ആയിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് വീട്ടിലേക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടൻ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അർബൻ പ്ലാന്റ് എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. എപ്പോഴും നല്ല ഓഫേഴ്സും ഡീൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂ ട്രെൻഡുകളും വരും. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഷോപ്പും കൂടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും അതേപോലെ എല്ലാവരും കൂടുതൽ സാധനങ്ങൾ വാങ്ങി ഇവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചത്. പിന്നെ വീട്ടുകാർക്കുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് അത്ര അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറേ ട്രയൽ ചെയ്തു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്യൂട്ടാവാത്ത പോലെ തോന്നി. അതൊക്കെ അവിടെ തിരിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഏകദേശം ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബില്ല് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കടയിലേക്ക് പോകാനാണ് പ്ലാൻ. ആ കടയിലെ ഷോപ്പിംഗ് അവിടെയും തീർന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് ഡീലുകളും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പെർഫ്യൂംസും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവസാനം ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു. വളരെ നീണ്ട ഒരു ബില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാംഗോ ജ്യൂസ് ആട്ടോ. ഭയങ്കര റിയൽ മാംഗോ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ എന്നല്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിയുന്ന സമയങ്ങളിൽ ഞങ്ങളത് വാങ്ങിക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ, വീട്ടിലത്തെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഡോളറാമേല വന്നിരിക്കണേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ അത്യാവശ്യം പിള്ളേരുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ചു വന്നപ്പോഴേക്കും കാർട്ട് വേഗം തന്നെ നിറഞ്ഞു. ഇപ്പോൾ സമയം വൈകിട്ട് ഏകദേശം 5:15 ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 11:30 ഇറങ്ങിയതാണ്. ഇനി ഒരു കടയിലും കൂടി പോകാണ്ട്, വാൾമാർട്ടിൽ. അവിടെയും കൂടി പോയി കഴിഞ്ഞാൽ ഒരുവിധം എന്താ പറയുക, ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അവിടേക്കും കൂടി പോകണം. ഇപ്പോൾ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആയപ്പോഴേക്കും ചെറുതായിട്ട് മഴയും അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ വാൾമാർട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഈ വാൾമാർട്ടിൻ്റെ അടുത്ത് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് ഷോപ്പുകളും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ബാഗ് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു വീട്ടിലെ അമ്മയ്ക്കൊക്കെ, അമ്മച്ചിക്കൊക്കെ. പക്ഷേ അത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വാൾമാർട്ടിൽ തന്നെ വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, 2 വീട്ടിലേക്കുള്ളത്. അതേപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് ലിസ്റ്റൊക്കെ ഇട്ടാൽ വന്നേക്കണം, ഒന്നും മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അതും ഒരു വലിയ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തണേ. അത്യാവശ്യം കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അതൊക്കെ ഇനി വേറൊരു ദിവസം ഇതേപോലെ സമയം കിട്ടുമ്പോൾ ഇറങ്ങണം. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത്ര നേരം നടന്ന് പർച്ചേസ് ചെയ്യായിരുന്നല്ലോ.
അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ പെട്ടി പാക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല, അറിയില്ല. എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ഒരു പെട്ടി പൊട്ടിക്കൽ വ്ളോഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ എല്ലാവർക്കും ബൈ.